ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 101-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 941-ാമത്തെ നാമം മുതൽ 949-ാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ്. അനാധിർഭുർഭുവോ ലക്ഷ്മി സുവീരോ രുചിരാംഗതക ജനനോ ജനജന്മാധിർ ഭീമോ ഭീമപരാക്രമക. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അനാധിർ, ഭുർഭുവ, ലക്ഷ്മി, സുവീര, രുചിരാംഗത, ജനന, ജനജന്മാധിർ, ഭീമ, ഭീമപരാക്രമ എന്നിങ്ങനെ 9 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമമാണ് അനാധിർ. ആദി എന്നാൽ ആദ്യം എന്നർത്ഥം. അനാദി എന്നാൽ എപ്പോഴാണോ ആദ്യത്തെ സൃഷ്ടി ഇവിടെ ഉണ്ടായത് അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു ശക്തിയെ അനാധിർ എന്ന് പറയുന്നു. അതായത് ഭഗവാൻ ശ്രീനാരായണന് ആദ്യമോ അന്തമോ ഇല്ല. അതായത് ഭഗവാന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ മുൻപ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ശക്തിയാണ്. അതിനാൽ ഭഗവാന് അനാധിർ എന്ന നാമധേയം. അടുത്ത നാമധേയം ഭൂർ ഭുവ എന്നാണ്. ഭൂർ എന്നാൽ ഈ ഭൂമിയെ നമുക്ക് കണക്കാക്കുന്നു. അതുപോലെ ഭുവ എന്നാൽ ആ ഭൂമിയെ ആരാണോ സംരക്ഷിക്കുന്നത് ആ ഒരു ശക്തിയെ ഭുവ എന്ന് പറയുന്നു. അപ്പോൾ ഭൂർഭുവ എന്നാൽ ഭൂമിയെ സംരക്ഷിക്കുന്ന ആ ഒരു ശക്തി, ആ ഒരു നിലയെ സാക്ഷാൽ നാരായണന് ഭൂർഭുവ എന്ന നാമധേയം. അതായത് ഈ ഭൂമി ഉരുണ്ടത് അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിന് ഒരു സ്ഥിരമായ ഒരു സ്ഥാനം ആവശ്യമാണ്. ആ ഒരു സ്ഥാനമാണ് സാക്ഷാൽ നാരായണൻ. നാരായണന്റെ ആ ശക്തിയായിട്ടുള്ള ആ നിലയിൽ നിന്നുകൊണ്ടാണ് ഭൂമി ഇങ്ങനെ എല്ലാ ദിനവും എല്ലാ നിമിഷവും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. അത്രയും ഭൂമിയെ സംരക്ഷിക്കുന്നതിനാൽ ഭഗവാന് ഭൂർഭുവ എന്ന നാമധേയം. അടുത്ത നാമധേയം ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി എന്നാൽ ഏതൊരു സമ്പത്തിനെ, സമ്പൽ സമൃദ്ധിയെ, അതിൻ്റെ ആ ഒരു ഉത്കൃഷ്ടമായ തേജസ്സിനെ കുറിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ സമ്പൽ സമൃദ്ധി തേജസ്സിൻ്റെ ഒരു ഘടനയാണ് സാക്ഷാൽ ഭഗവാൻ നാരായണൻ. അതിനാലാണ് ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ എല്ലാവിധ സമാധാനത്തിൻ്റെയും ഈ ഒരു സമ്പൽ സമൃദ്ധിയുടെയും ഒരു ആരംഭം തന്നെ ഉണ്ടാവുന്നത്. ആ ഒരു സൃഷ്ടിയുടെ ആരംഭം തന്നെ ഉണ്ടാവുന്നത്. എല്ലാവിധ നിലനിൽപ്പിൻ്റെയും ആധാരമായിട്ടുള്ളത് സാക്ഷാൽ നാരായണനാണ്. അതിനാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സംരക്ഷിക്കുന്നു ആ ഭഗവാൻ. അത് മാത്രവുമല്ല, ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും സാക്ഷാൽ ഭഗവാന്റെ ഒരു അംശം നിലനിൽക്കുന്നു. അതിനാൽ ഭഗവാന് ലക്ഷ്മി എന്ന നാമധേയം. അടുത്ത നാമധേയം സുവീര എന്നാണ്. വീര എന്നാൽ എപ്പോഴും ജയിക്കുന്ന ആളെ വീരൻ എന്ന് കുറിക്കുന്നു. സുവീര എന്നാൽ വീരത്തോടു കൂടി ഒരു ശത്രുവിനും ജയിക്കുവാൻ സാധ്യമല്ലാത്ത നിലയെ ആരാണോ കൈക്കൊള്ളുന്നത് ആ ഒരു ശക്തിയെ സുവീര എന്ന് പറയുന്നു. അതായത് ഏതൊരു അവതാരത്തിലും ഭഗവാൻ മറ്റുള്ള പ്രപഞ്ചത്തിലെ സൃഷ്ടികൾക്ക് ഒരു ഉദാഹരണമായി നിന്നുകൊണ്ട് ആ ഒരു നിലയിൽ എങ്ങനെയാണ് ധർമ്മത്തെ പരിപാലിക്കാമെന്ന് നമുക്ക് കാണിച്ചു തരുന്നതിനാൽ ഭഗവാന് സുവീര എന്ന നാമധേയം. അടുത്ത നാമധേയം രുചിരാംഗത എന്നാണ്. രുചി എന്നും രുചിരാംഗത എന്നാൽ അംഗത എന്നാൽ ഈ തോൾപ്പടയെ കുറിക്കുന്നു. അപ്പോൾ ആ ഒരു വീരത്തോടു കൂടിയുള്ള പോരാളി എപ്പോഴും ആ ശരീരത്തിൽ ആ അംഗതമായിട്ടുള്ള പടച്ചട്ടിയെ അവർ അണിഞ്ഞുകൊണ്ടാണ് ഓരോരോ യുദ്ധത്തിനും അവർ ഇറങ്ങുന്നത്. അപ്പോൾ ഈ കൈയിൻ്റെ മുകളിലത്തെ തോളിൻ്റെ ഭാഗത്ത് ആ ഒരു ശത്രുവിനെ എതിർക്കുമ്പോൾ തനിക്ക് പരിക്ക് പറ്റാതിരിക്കാനുള്ള ആ ഒരു ചട്ട ഇട്ടിരിക്കുന്ന ഭഗവാൻ രുചിരാംഗത എന്ന് പറയുന്നു. അതായത് നമ്മുടെ മനസ്സിനകത്ത് നമുക്കുള്ള ശത്രു എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാൽ ഉണ്ടാകുന്ന കോപം, മോഹം, കാമം, ക്രോധം,
അതുപോലെ തന്നെ നമുക്ക് ലോഭം, അങ്ങനെയുള്ള പലതരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളാണ്. അതിനെയൊക്കെ നമുക്ക് എതിർക്കുവാൻ വേണ്ടിയുള്ള പടച്ചട്ടയാണ് ഈ ഭക്തി എന്ന് പറയുന്ന മാർഗം. അതിനാൽ അതിന് ഉടമയായിട്ടുള്ള ഭഗവാന് രുചിരാംഗത എന്ന നാമധേയം. അടുത്ത നാമധേയം ജന്മ എന്നാണ്. ജന്മ എന്നാൽ ഓരോ സൃഷ്ടിയും പ്രപഞ്ചത്തിൽ വരുമ്പോൾ അവരുടെ പൂർവ്വജന്മങ്ങളിലുള്ള ആ ഒരു കാര്യകാരണത്തെ അനുസരിച്ചാണ് ഈ ജന്മത്തെ അവര് എവിടെ, എങ്ങനെ, ആരുടെ കൂടെ അങ്ങനെ ജനിക്കുന്നത്. അപ്പോൾ സാക്ഷാൽ നാരായണനായ നമ്മുടെയൊക്കെ പിതാവായ അദ്ദേഹം, ആ ഭഗവാൻ ഓരോരോ പ്രപഞ്ചത്തിലെ സൃഷ്ടിക്കും അത്രയും പൂർവജന്മ ഫലത്തെയും ചേർത്താണ് ഈ ജന്മത്തിൽ അവർക്ക് സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ ഭഗവാൻ സൃഷ്ടി മാത്രവുമല്ല, അവരുടെ പൂർവജന്മത്തിലെ ഫലത്തെയും അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുവാനുള്ള കാരണഭൂതനും അദ്ദേഹമാണ്. അതായത് എങ്ങനെയാണോ ആ ഒരു സൃഷ്ടിയെ പരിപാലിച്ച് ഒരു നല്ല നിലയ്ക്ക് കൊണ്ടുവരികയും തേജസ് കൊടുക്കുകയും അതിനുശേഷം അവരുടെ ആ ഒരു സംഹാരവും ആ ഭഗവാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഏത് കാലത്ത്, എങ്ങനെ, എപ്പോ എന്നുള്ള കാര്യം ഭഗവാൻ നാരായണന് മാത്രമേ അറിയാൻ സാധ്യമുള്ളൂ. അതിനാൽ ജഗത്തിന്റെ ഈശ്വരനായ ആ ഭഗവാന് ജനന എന്ന നാമധേയം. അടുത്ത നാമധേയം ജന്മാധിർ എന്നാണ്. അതായത് ഓരോ സൃഷ്ടിയുടെയും ആ ഒരു ജനനത്തെ, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ആ ജനനത്തെ എല്ലാ വാസനകളോടു കൂടി ഭഗവാൻ ഇവിടെ സൃഷ്ടി നടത്തുകയും ആ ജന്മവാസനകളിൽ നിന്നെല്ലാം അവർ ധർമ്മത്തെ പരിപാലിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത് അവസാനം അവർ അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ ഈ വാസനകളെല്ലാം ഇല്ലാതെ ധർമ്മങ്ങളെല്ലാം അവർ പഠിച്ചു കഴിഞ്ഞ് എപ്പോഴാണോ ഭഗവാനിൽ ലയിക്കുന്നത് അപ്പോൾ അവർക്ക് മോക്ഷവും ലഭിക്കും. അതിനാൽ ഭഗവാന് ജന്മജന്മാധിർ എന്ന നാമധേയം. അടുത്ത നാമധേയം ഭീമ എന്നാണ്. അതായത് പാപങ്ങൾ ചെയ്തവർക്ക്, പാപികൾക്ക് എപ്പോഴും ഭയാനകമായ ഒരു ശത്രുവായി തന്നെയാണ് ഭഗവാൻ ഭവിക്കുന്നത്. അതായത് ഭഗവാനെ കാണുമ്പോൾ എങ്ങനെയാണോ ഒരു ഭക്തന് സന്തോഷം നൽകുന്നത്, അതുപോലെയാണ് ഒരു എതിരാളിക്ക് ഒരു ഭയത്തെ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് അർജുനൻ ഈ ഒരു ലോകത്ത് ഭഗവാന് ആ മഹാഭാരത യുദ്ധത്തിന് മുൻപ് ഈ ഭൂമിയെ മുഴുവനും പേടിച്ചു നിൽക്കുന്ന സമയത്ത് ആ ഒരു ഗീതോപദേശം നൽകി ആ അർജുനന് എങ്ങനെയാണോ ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി തൻ്റെ ആ ഒരു വിശ്വാൻ രൂപത്തെ കാണിച്ചു കൊടുത്തത്, ആ ഒരു ധൈര്യത്തെയും സമാധാനത്തെയും അർജുനന് കൊടുത്തത്, അത്രയും വലുതായ ആ ശരീരത്തെ ഭീമ എന്ന് പറയുന്നു. അതായത് വളരെ ഭീഷ്മാണ്ഡമായ ശരീരത്തോടു കൂടിയ ഭഗവാൻ, ആ ആകാശത്തെ മുട്ടി നിൽക്കുന്ന ആ ശരീരത്തോടു കൂടിയ ഭഗവാൻ ഭീമ എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ഭീമ പരാക്രമ എന്ന്. അതായത് ഭഗവാൻ എപ്പോഴും പ്രൗഢിയോടുകൂടി, പരാക്രമത്തോടു കൂടി ഒരു ശത്രു വന്നാൽ ഒരു ഭയവുമില്ലാതെ നിൽക്കുന്ന ആ ഒരു ചിന്തയാണ് നമുക്കെപ്പോഴും വേണ്ടിയത്. നമ്മളെപ്പോഴും മരണത്തെ ഭയക്കുവാൻ പാടില്ല. നമ്മളെപ്പോഴും ആ ഭാവിയെക്കുറിച്ച് ഭയക്കുവാൻ പാടില്ല. നമ്മളെപ്പോഴും എന്ത് നടക്കും എന്ന കാര്യത്തെ ഭയക്കാതെ നമ്മൾ ഇപ്പോൾ എങ്ങനെ ആ ധർമ്മത്തെ പരിപാലിച്ച് ഭഗവാനെ നമ്മൾ ഭയന്ന് ജീവിക്കുന്നു, അതിലാണ് നമുക്ക് ശക്തി വേണ്ടിയത്. അതിനാണ് നമുക്ക് പരാക്രമിയായിട്ട് എല്ലാവിധ വികാരത്തെയും അടിച്ചമർത്തി നമ്മളെപ്പോഴും ധർമ്മത്തിനും നമ്മളുടെ ഭക്തിക്കും നമ്മളുടെ കാര്യകർത്തവ്യ ആ ഒരു ശീലത്തിനും നമ്മൾ അടിമയായി തീരണം. അതിനാൽ ഭഗവാൻ അങ്ങനെ ഒരു തേജസ് നമുക്ക് തരുവാൻ വേണ്ടി അനുഗ്രഹിക്കാൻ സാധ്യമുള്ളതിനാൽ ഭഗവാൻ ഭീമ പരാക്രമ എന്ന നാമധേയം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ അനാദി, ഭുർഭുവ, ലക്ഷ്മി, സുവീര, രുചിരാംഗ, ജനന, ജനജന്മാതിർ, ഭീമ പരാക്രമ എന്നിങ്ങനെ 9 നാമങ്ങളാണ്. അനാദിർ ഭുർഭുവോ ലക്ഷ്മി സുവീരോ രുചിരാംഗതക ജനനോ ജനജന്മാതിർ ഭീമോ ഭീമ പരാക്രമക. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവന സ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.